അല്ല താൻ ആരാന്നത് എന്റെ വിചാരം? എന്ത് ചോദ്യങ്ങളും ചോദിക്കാനാണോ താൻ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ രേണുസുതിയും ആറാട്ടണ്ണനും. ഞാൻ ആ ഒരു കാറ്റഗറിപ്പെട്ട ഒരാളല്ല. രേണുസുതിനെയല്ലേ താങ്കൾ ഇന്റർവ്യൂ ചെയ്തത്? നീയാണല്ലോ കോടതി. നാട്ടുകാരോട് ചോദിച്ച കാര്യമാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഞാൻ നാട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് താങ്കൾക്ക് എന്താ ഇത്ര ഈ തണ്ട് കാണിക്കാൻ താങ്കൾ ആരാന്നാ താങ്കൾ? വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാ, അന്തസ്സോടുകൂടി കാര്യങ്ങൾ ചോദിക്കുന്ന പെണ്ണുങ്ങളെ താനൊന്നും അംഗീകരിക്കത്തില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. താങ്കൾ എന്തിനും ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ മൊത്തം സപ്പോർട്ട് താങ്കൾ കിട്ടുന്ന ഓർത്തിട്ടാണോ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ എന്നെ കാണാനാണോ നാട്ടുകാരിരുന്ന് ഈ 15 ലക്ഷം പേരും അല്ലെങ്കിൽ 1 കോടി പേരും ഇരുന്ന് കാണുന്നത്? അല്ലാതെ രേണുസുതിയെ കാണാനല്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? രേണുസുതി എന്ന് പറയുന്ന ആ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ഷാരിക അറിയപ്പെടുമായിരുന്നോ? ഷാരികനെ രണ്ടുപേരും അറിയുമായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺവാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. രേണുസുതി നിങ്ങളെ കടിക്കുന്നോർത്തിരിക്കുവായിരുന്നു. രേണുസുതി ഒരാളും എന്നെ കടിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യും ഹോട്ട് സീറ്റ് കൊണ്ടിരിക്കും. അച്ഛൻ തിരുമേനി പറഞ്ഞതിൽ കാര്യമുണ്ടേ.